സ്വപ്നഭൂമി നിവാസികളെ, ഞാനിവിടെ വളരെ വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്വപ്നഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അത് പറഞ്ഞ് എന്റെ തൊണ്ടിയിലെ വെള്ളം കുടി ഞാൻ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ ആ സുന്ദരയില്ലാതെ ഏൽപ്പിച്ചതാ. ഈ കാണുന്ന മൊത്തം കിണറും അയാൾ കുഴിച്ചതാ. ഇത്രയും കിണർ കുഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രതിഷേധമായിട്ടാണ് എന്റെ ഈ അച്ഛൻ നിരാഹാരം കിടന്നത്. അത് 32 അല്ലടി 62 വയസ്സ്. എന്റെ അച്ഛൻ വയസ്സല്ല ദിവസം 32 ദിവസം പട്ടിണി കിടന്നത്. എന്റെ അച്ഛൻ എത്രയെന്നറിയോ ഒരു രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നല്ല ചിക്കൻ കാലം കഴിക്കുമ്പോ അച്ഛൻ നോക്കിയിരിക്കുമല്ലേ അച്ഛാ. ഞാൻ നല്ല തണുത്ത ഷാർജ കുടിക്കുമ്പോ അച്ഛൻ നോക്കിയിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന അച്ഛൻ എങ്ങാനും തളർന്ന് വീണാ അച്ഛന്റെ മുമ്പിൽ പാൽ പാഴ്ച വെച്ച് എല്ലാവർക്കും അച്ഛൻ പ്രതീക്ഷിക്കണ്ട. ഇനി എങ്ങാനും അച്ഛൻ തട്ടിപ്പോയാ അച്ഛന്റെ 16-ന് ഇഡ്ഡലി സാമ്പാറും എല്ലാം ഞാൻ കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്നെരിഞ്ഞ് നല്ല കുരുമുളക് പിടിച്ച അൽഫാം കുഴമ്പ് എല്ലാവർക്കും കൊടുത്ത പിന്നെയും പ്രതിഷേധിക്കും. അച്ഛൻ പോയില്ലേ അച്ഛാ. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും ദിവസം പട്ടിണി കിടന്ന എന്റെ അച്ഛന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അച്ഛാ എന്ത് നോക്കിക്കൊണ്ടിരിക്കും? അച്ഛനടക്ക് മാജിക്കും പഠിച്ചോ? മാജിക് അല്ലടി, വിശന്ന് കുടലൊട്ടിയപ്പോ കൈ കിട്ടിയ തോരണം എടുത്ത് വായിക്കാതിരുന്നതാ. മനുഷ്യന്മാരായ ഇത്രയ്ക്ക് ആക്രമണം പാടില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും ദിവസം നിരാഹാരം ചെയ്ത എന്റെ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ വരുന്നതാണ്. അച്ഛ 2 വാക്ക്. വെള്ളം വെള്ളം. ആശാ 2 വാക്ക്. നീനാടെ പോയി നിക്ക്. വെള്ളം. മോളെ, എനിക്കിനി നിരാഹാരം കിടക്കാൻ വയ്യ. എടി, ഇവിടെ കിണർ കുത്താൻ വന്ന സുന്ദരക്കില്ലാടി ഏത് കിണറ്റിനകത്താ? ഞങ്ങളെ വീടിന്റെ കിണറ്റി വെള്ളം വന്നേ. വെള്ളം വന്നോ? വെള്ളം വന്നെന്നാ. കിണറിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് വെള്ളം കുടിക്കണം. അതല്ലേ ദേവു വെള്ളം വെള്ളം പറഞ്ഞാർന്നേ. അതായിരുന്നു. നീ എന്തോ നോക്കിയിരിക്ക, പോയി വെള്ളം എടുത്തോണ്ട് വാടി. കില്ലാടി, നീ 1 കിണറെന്ന് പറഞ്ഞിട്ട് ഈ 1 ഏക്കർ സ്ഥലത്ത് നീ 450 കിണർ കുഴിച്ചിട്ടേക്കണം. എനിക്കാണിപ്പോ പുറത്തിറങ്ങി നടക്കാനും വയ്യ. എടാ, ആൾക്കാർ ചോദിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് 450 കക്കൂസ് കുഴിക്ക് അനുവദിച്ചോന്ന്. പിന്നെ മാമ, ഈ കിണറിനകത്തെ കണ്ട ഫുള്ള് പാറയാണ്. പൊട്ടിച്ചേ ശരിയാവൂ. ശരിയാ, പൊട്ടിച്ചേ ശരിയാവൂ. ഞാൻ ഇവിടെ കിണർ കുഴിച്ചു ഇവിടെ ഫുള്ള് കുളമായി. എങ്കി ആ കുളത്തിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തു കാടാ. ഇറങ്ങണ്ടായിരുന്നേ. എങ്കി അവിടെ തന്നെ ഇരി. അതല്ല, ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പഠിച്ച് മേലോട്ട് പോയി. ഞാൻ മാത്രം പഠിച്ച് താഴോട്ട് പോയി. താഴോട്ട് പോയോ? എനിക്ക് കിണർ ഒഴിക്കലല്ലേ പണി, അതുകൊണ്ട് കുഴിച്ച് താഴോട്ട് പോയിന്ന്. പക്ഷെ എന്റെ അനിയൻ, അവന് സമ്മതിക്കണം, അവന് വെച്ചടി കേട്ടോ. നന്നായിട്ട് പഠിക്കുമായിരുന്നു. അയ്യോ അതല്ല, അവന് തെങ്ങേക്കേറ്റാ ജോലി. ഇങ്ങനെ അവന് തെങ്ങേക്കേറ്റല്ല ജോലി. എങ്കിൽ ആദ്യം നീ പ്ലാവിന്ന് ഇറങ്ങിയാട്ടെ. നിങ്ങൾ ഈ കിണർ കുത്തുന്നേക്ക് എങ്ങനെയാ? അത് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ കുത്തും. അതല്ലെന്ന്, ഈ കിണർ കുത്തുന്ന രീതി അത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ആകുമ്പോ ഞാനും മമ്മൂട്ടിയും കൂടി ഇറങ്ങും. മമ്മൂട്ടിയും വരുമോ കിണർ കുടിക്കാൻ? മമ്മൂട്ടി വരുന്നല്ല, ദാണ്ട കണ്ട ഈ മമ്പട്ടിയും കൂടി ഇറങ്ങുമെന്നാ ഞാൻ പറഞ്ഞു. എടാ അതല്ല, നിങ്ങൾ ഈ കിണർ കുഴിക്കുന്നതിന്റെ റേറ്റ് എത്രയാന്ന്? അത് ഞാൻ ഒരു തൊടി കുടിക്കാൻ വേണ്ടി 25,000 രൂപ മേടിക്കും. 25,000 രൂപയോ? അതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? പേടിക്കണ്ട, 2ാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി ഞാൻ വെറും 10,000 രൂപ മേടിക്കും. 3ാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി അങ്ങനെ 10,000 കുറഞ്ഞു വരും. എന്നിട്ട് വെള്ളം കണ്ടില്ലെങ്കിലോ? ഞാൻ നിങ്ങളുടെ 20 രൂപ മേടിക്കും. നിങ്ങൾക്ക് വെള്ളമല്ല ആവശ്യം, അപ്പൊ 20 രൂപ കൊടുത്ത് ഒരു മിനറൽ വാട്ടർ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നീ ആണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളെ ആകെ
ആകെ നാണം കെടുത്തി. ഇതിനൊക്കെ എന്റെ അപ്പൂപ്പൻ നാണം ഇല്ലാത്തവനായിരുന്ന. അതല്ല, അപ്പൂപ്പൻ കൊല്ലത്തൊരു കിണർ കുഴിച്ച്. നിന്റെ അപ്പൂപ്പൻ കൊല്ലത്ത് ഒരു കിണറാണ് കുത്തോളൂ? യോ അതല്ലടോ, അപ്പൂപ്പൻ കൊല്ലത്ത് പോയി ഒരു കിണർ കുഴിച്ച്, വെള്ളം കണ്ടില്ല. ഉഷോ, എന്നിട്ട് വെള്ളം കാണാൻ വേണ്ടിട്ട് 1000 കിണറും കുഴിച്ച്. എന്നിട്ട് വെള്ളം കണ്ടോ? എന്നിട്ടും വെള്ളം കണ്ടില്ല. അപ്പൊ ആ കുഴി എന്തോ ഇത്? ഓരോ കുഴിയിലും ഓരോ തെങ്ങും തൈ അങ്ങ് വെച്ചു. ഇപ്പൊ സ്ഥലത്തിന് അറിയപ്പെടുന്ന എങ്ങനെ അറിയോ? അങ്ങ് കൊല്ലത്തിനടുത്തുള്ള 1000 തെങ്ങുന്നാ. അല്ലല്ലോ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരുമാണ് എന്റെ അടുത്ത് പറഞ്ഞത് 1001 തെങ്ങായിരുന്നല്ലേ? കേട്ടത് ശരിയാണ്. 1001ാമത്തെ തെങ്ങ് എന്റെ അപ്പൂപ്പൻ അടക്കിയ തെങ്ങാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു മോളെ. അച്ഛനെന്തിനും കഴിക്കാൻ കൊണ്ടുപോടി. അച്ഛാ, നിരാഹാരം. ആഹാരം കഴിച്ചിട്ട് മതി നിരാഹാരം. മോളെ, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കവട, പക്കവട, പപ്പടവട, നമ്മുടെ വായില് ചടപട, നമ്മുടെ വായില് ചടപട, നമ്മുടെ വായില് ചടപട, നമ്മുടെ വായില് ചടപട. താതിന്തിമിതിന്തിമിതായോ വല്ലോം തായോ, താതിന്തിമിതിന്തിമിതായോ വെള്ളം തായോ, ദിന്തിമിതിന്തിമിതായോ, ദിന്തിമിതിന്തിമിതായോ, ദിന്തിമിതിന്തിമിതായോ വെള്ളം തായോ. ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ. ഓ, ഈ നിരാഹാരം പാട്ടും ഡാൻസും കഴിയുമ്പോ എനിക്ക് ആകെ വിശക്കണം. ഇനി നിന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ അടുക്കളയിൽ പോയി കോരിയിട്ട് കഴിച്ചോളാം. നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് അച്ഛൻ പോവാൻ പറ്റൊരു പാടേ. കില്ലാടിക്ക് അറിയോ, ഇവിടുത്തെ ആൾക്കാർക്ക് കുളിക്കാത്തോണ്ട് അവര് 3 മാസമായി കുളിച്ചിട്ട്. അയ്യേ, 3 മാസം കുളിക്കണ്ടിരിക്കേ. എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്ത് വരി. എനിക്കാണെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ തന്നെ ചൊറഞ്ഞു പോട്ടും. ഞാൻ കില്ലാടിനോട് മിണ്ടൂല. എന്താ എന്റെ അടുത്ത് നിന്ന് ഇത്ര ഒരു അകൽച്ച? അത് എന്റെ അടുത്ത് നകുന്നില്ല. കില്ലാടി എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? മലയാളം. ഇവിടെ ഒരു കിണർ കുഴിച്ചിട്ട് അതിൽ 1 കുടം വെള്ളം ഈ ദേവുനാണെന്നല്ലേ? ആ വാക്ക് വിശ്വസിച്ചിട്ട് എത്ര നാളെ ഒരു 4 കുടം കൂടി ഞാനിവിടെ നിൽക്കുന്നത്. എന്ന് ഞാനൊരു കാര്യം ചെയ്യാം, 1 ലിറ്ററിന് മിനറൽ വാട്ടർ മേടിച്ചിട്ട് ആ 4 കുടത്തിലേ ചേരാം. അപ്പൊ എന്റെ അടുത്തുള്ള പിണക്കന്മാരല്ലോ. കില്ലാടി എത്ര വിചാരിച്ചാലും ഒരു കിണർ കുഴിച്ച് അതിന്റെ അകത്തുള്ള 1 കുടം വെള്ളം എനിക്ക് കാണിക്കാൻ പറ്റില്ല. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അങ്ങ് പാലക്കാട്ടില്, എവിടെ പാലക്കാട്ടില് എന്നെ കിണർ കുടിക്കാൻ വിളിച്ചു. ഞാൻ ഒന്നും നോക്കില്ല, ഒറ്റ വീട്ടിന് വെള്ളം കാണിച്ച്. ഓ, ആ കേസാണല്ലേ ഇപ്പോഴും ആ വാട്ടർ അതോറിറ്റിയിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുടിവെള്ള പൈപ്പ് ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് നിരവാദം പറയുന്നു. കില്ലാടി എത്ര വിചാരിച്ചാലും ആ പാറ പൊട്ടിച്ച് വെള്ളം കാണിക്കാൻ പറ്റൂല. പറ്റൂല. കാണണോ? ഇതിന്റെ 18ാമത്തെ അടവാ. ഇതിനുള്ളിൽ ഞാൻ മെഗാ ഗുണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിക്കും, പാറ വന്നിന്റെ മേത്ത് കൂടെ വീഴും. അപ്പൊ എന്റെ കാലും കൈയൊടിഞ്ഞ് ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഈ പച്ചമരുന്ന് വെച്ച് എന്നെ ചികിത്സിക്കും. അപ്പൊ നിനക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നുമല്ലോ. അത് വേണോ? അത് വേണം. അയ്യോ, മാറി നിൽക്ക് കില്ലാടി. വേണ്ട, ഞാൻ വേണ്ട കില്ലാടി. അടുത്ത തറായി കില്ലാടി എന്തെങ്ങനെ നടക്കുന്നേ? പാറ വന്ന് എന്റെ മേത്ത് കൂടെ വീണു. നീ എന്നെ ചികിത്സിക്കേ. നിന്നെ ഞാൻ ചികിത്സിച്ചാ മതിയോടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ. നിന്നെ കൊണ്ട് ഈ കിണർ കുടിച്ച് വെള്ളം കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു പുതിയ ഐഡിയ വന്നു. എന്താ ഐഡിയ മാമ? എടാ, നിന്നെ ഈ കിണറ്റിലേക്കിട്ട് മൂടാൻ. അല്ല, ആ നിരാഹാര ബോർഡ് എടുത്ത് കിണറ്റിലിട്ട് മൂടടി.